വടകര പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥി KK ശൈലജ ടീച്ചറുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം പാനൂരിൽ മഹാറാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. മഹാറാലിയിൽ ആയിരങ്ങൾ അണിനിരന്നു. ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. വടകര ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി KK ശൈലജ ടീച്ചറുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം പാനൂരിൽ സംഘടിപ്പിച്ച മഹാറാലിയിലും പൊതുസമ്മേളനത്തിലും ആയിരങ്ങളാണ് അണിചേർന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. രാഹുൽ ഗാന്ധിക്കെതിരെ നിശിത വിമർശനമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉയർത്തിയത്. വയനാട്ടിൽ പത്രിക സമർപ്പിക്കാൻ എത്തിയപ്പോഴെങ്കിലും CAA-ക്കെതിരെ ഒരക്ഷരം മിണ്ടിയോ എന്നും മുഖ്യമന്ത്രി ചോദിച്ചു. രാഹുൽ ഗാന്ധി രാജ്യത്തൊരു യാത്ര നടത്തി. ആ യാത്രയിൽ ലോകത്തും രാജ്യത്തുമുള്ള എല്ലാ പ്രശ്നങ്ങളെക്കുറിച്ചും അദ്ദേഹം പ്രതികരിച്ചു. ഇതിനെക്കുറിച്ച് മാത്രമില്ല, പൗരത്വ നിയമ ഭേദഗതി എന്ന ഒരു ഭാഗം മിണ്ടിയതയില്ല. എന്താണ് അങ്ങനെ? വയനാട്ടിലെ നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ വന്നപ്പോഴെങ്കിലും പ്രതികരിക്കുന്നതാണ് കണക്കാക്കിയത്. അപ്പോഴും ഉണ്ടായില്ല. ഇപ്പോൾ എല്ലാ പാർട്ടികളും പ്രകടന പത്രിക പുറത്തിറക്കുന്നു. 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇറക്കിയ പ്രകടന പത്രികയിൽ പൗരത്വ നിയമ ഭേദഗതി റദ്ദ് ചെയ്യും എന്ന് കൃത്യമായി പറഞ്ഞിരിക്കുന്നു. കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ അങ്ങനൊരു ഭാഗമേ ഇല്ല. കഴിഞ്ഞ തവണ പാർലമെന്റിലേക്ക് അയച്ച 18-അംഗ UDF സംഘത്തിന് ഒന്നും ചെയ്യാൻ സാധിച്ചില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കോൺഗ്രസിന്റെ മനസ്സ് സംഘപരിവാറിനോട് ഒട്ടിനിൽക്കുന്ന മനസ്സായി മാറിയോ എന്ന് സംശയിക്കേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ 5 വർഷക്കാലത്തെ അനുഭവം, ഈ തെരഞ്ഞെടുത്ത് അയച്ച വോട്ടർമാരുണ്ട്, അവരുടെ അനുഭവം, അത് 5 വർഷ കാലയളവിലുണ്ടായ ഓരോ സംഭവവും വളരെ പ്രധാനപ്പെട്ടവയായിരുന്നു. ആ ഘട്ടത്തിലെല്ലാം നമ്മുടെ കേരളത്തിലെ ഇവരെ ജയിപ്പിച്ചയച്ച വോട്ടർമാരും ജനങ്ങളും വല്ലാത്ത നീറ്റൽ മനസ്സിൽ കൊണ്ടുനടക്കുകയാണ്. ഇവരെയാണല്ലോ ഞങ്ങൾ ജയിപ്പിച്ചയച്ചത് എന്നതായിരുന്നു ചിന്ത. എന്താ കാരണം? കേരളത്തിൻ്റെ ശബ്ദമില്ലാതായിപ്പോയി. ഒരു കാലത്തും പാർലമെന്റിൽ കേരളത്തിൻ്റെ ശബ്ദമില്ലാതായിട്ടില്ല. ഉച്ചസ്ഥായിയിൽ മുഴങ്ങാറുണ്ട് കേരളത്തിൻ്റെ ശബ്ദം. അത് മങ്ങിപ്പോയി. കാരണം ഈ 18-അംഗ സംഘം നിശബ്ദമായിപ്പോയി. അപ്പോൾ വളരെ നേരിയ ശബ്ദമായി മാറിയിരിക്കുന്നു. കേരളത്തിൽ BJP ജയിക്കുന്ന പ്രശ്നമില്ല. വെറുപ്പിന്റെ പ്രത്യശാസ്ത്രം നമ്മുടെ നാടിന് അംഗീകരിക്കാനാവില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. KK ശൈലജ ടീച്ചറുടെ സ്വീകാര്യത വർദ്ധിക്കുമ്പോഴുള്ള അസഹിഷ്ണുതയാണ് അവർക്കെതിരെയുള്ള അപവാദ പ്രചാരണങ്ങൾക്ക് കാരണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇത് വിലപ്പോവില്ലെന്നും ജനങ്ങൾ തള്ളിക്കളയുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. KP മോഹനൻ MLA അധ്യക്ഷനായി. കേരളത്തിലെ UDF-ന്റെ ഭരണം ഉണ്ടായ സമയത്തൊക്കെ തന്നെ അതിന് സഹായകരമായ നിലപാട് സ്വീകരിച്ചത്, ഇവിടെ ഭരിക്കാനുള്ള അവസരം ഒരുക്കി കൊടുത്തത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗായിരുന്നു. ആ മുസ്ലിം ലീഗുകളോട് പറയുന്നത്, നിങ്ങളുടെ കൊടി ഞങ്ങൾക്ക് ഹറാമാണ്, ഞങ്ങൾക്ക് നിഷിദ്ധമാണ്, അത് ഹലാലാവില്ല. പക്ഷെ വോട്ട് ഹലാലാണ്, വോട്ട് ഹറാമല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രസംഗിക്കുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗുകാരുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത്, അത് കൊടി ഹറാമാണെങ്കിൽ വോട്ടും ഹറാമാണ്. ഒരു കാരണവശാലും ഒരു ലീഗുകാരനും കോൺഗ്രസുകാരനും വോട്ട് ചെയ്യാൻ പാടില്ല. സ്ഥാനാർത്ഥി KK ശൈലജ ടീച്ചർ, CPM സംസ്ഥാന കമ്മിറ്റി അംഗം P ജയരാജൻ, RJD സംസ്ഥാന പ്രസിഡന്റ് MV ശ്രേയാംസ്കുമാർ, CPI സംസ്ഥാന കൗൺസിൽ അംഗം CN ചന്ദ്രൻ, JDS സംസ്ഥാന ജനറൽ സെക്രട്ടറി PP ദിവാകരൻ, NCP സംസ്ഥാന സെക്രട്ടറി TN ശിവശങ്കരൻ, കോൺഗ്രസ് എസ് സംസ്ഥാന കമ്മിറ്റി അംഗം റഫീഖ് തങ്ങൾ, INL കണ്ണൂർ ജില്ലാ സെക്രട്ടറി D മുനീർ, നാഷണൽ ലീഗ് സംസ്ഥാന കമ്മിറ്റി അംഗം E മഹമ്മൂദ് തുടങ്ങിയവർ സംസാരിച്ചു. LDF കൂത്തുവാർ മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി K ധനഞ്ജയൻ സ്വാഗതം പറഞ്ഞു. CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി A പ്രദീപൻ, RJD സംസ്ഥാന ജനറൽ സെക്രട്ടറി PK പ്രവീൺ, രാഷ്ട്രീയ മഹിളാ ജനതാദൾ സംസ്ഥാന പ്രസിഡന്റ് OP ഷീജ, K കുഞ്ഞബ്ദുള്ള തുടങ്ങിയവർ ഉൾപ്പെടെയുള്ള LDF നേതാക്കൾ റാലിയിലും പൊതുയോഗത്തിലും പങ്കാളികളായി.